മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 6-7 കാഷ്യൂനട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒരു പിടി എടുത്തിട്ടുള്ള തേങ്ങ അതുകൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ കാഷ്യൂനട്ടും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. മുരിങ്ങക്കായ കൊണ്ട് സാമ്പാറും പരിപ്പ് ചേർത്തിട്ടുള്ള കറിയും പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആദ്യമായിട്ടാണ് മുരിങ്ങക്കായ വെച്ചിട്ട് ഞാൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ തയ്യാറാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തിടുന്നത്. ഒരു സവാള ഇതുപോലെ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരു സവാള മതിയാവും. ഈ ഒരു മുരിങ്ങക്കായ റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും നമുക്ക് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു കടായി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക് കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാം. പിന്നെ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിതിൻ്റെ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിതാ മുറിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 2 മുരിങ്ങക്കായാണ് ചേർത്തിട്ടുള്ളത്. ഇനി മുരിങ്ങക്കായനെ ഒന്ന് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്കതിന് മുരിങ്ങക്കായ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിനെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതിനെ വേവിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ച മതിയാവും കേട്ടോ. മുരിങ്ങക്കായൊക്കെ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഈ മുരിങ്ങക്കായൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതാ 2 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് ഇതിനെ വീണ്ടും ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് സ്മാഷായിട്ട് വന്നിട്ടുണ്ട്, മുരിങ്ങക്കായും വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ട് പേസ്റ്റ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊരു മുരിങ്ങക്കായ കൊണ്ട് നമുക്ക് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ. 1-2 പ്രാവശ്യം ഞാൻ ഈ കറി വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. നമുക്ക് വേണമെങ്കിൽ ഇതിന് നല്ല ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റായിട്ട് ഇതിന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചോറിന് ആവശ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഈ ഒരു പാകത്തിലാണ് ഇതിനെ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.